കേരളത്തിൻ്റെ തനതായ വാസ്തുശാസ്ത്ര കലയുടെ ഒരുപാട് അവശേഷിപ്പുകൾ ഈ വീട്ടിലുണ്ട്. പഴയ കാലത്തെ ക്ലോക്കുകൾ, പടവാളുകൾ, താളിയോള ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ. അതുപോലെ തന്നെ നമുക്കറിയാം, സാധാരണഗതിയിലുള്ള പഴയ വീടുകൾക്കൊക്കെ സാക്ഷിയും അല്ലെങ്കിൽ വിജാഗിരികളൊക്കെ എങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. തുറക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന രീതിയിലുള്ള ചില സംവിധാനങ്ങളാണ് ഇവിടുത്തെ ഡോറുകൾക്കൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു മ്യൂസിയം പോലെ പ്രധാനമായ ഒരു വീടാണ് ഈ തറവാട് വീട്. ഈ വീടിനെ ഞങ്ങൾ പ്രോജക്റ്റായി സ്വീകരിക്കുമ്പോൾ ഞങ്ങളോട് തന്നെ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇതിൽ സൂക്ഷിക്കാൻ യോഗ്യമായത് എന്തൊക്കെ? അങ്ങനൊരു ചോദ്യത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി ഇതിനെ അനലൈസ് ചെയ്തു. അതിൽ നിന്ന് കണ്ടെത്തിയ പല എലമെൻറ്റ്സ് ഫിറ്റ് ടു ബി പ്രിസർവ്ഡ്. അതിനെ ഞങ്ങൾ അവിടെ തന്നെ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നടുമുറ്റത്തിൻ്റെ തൂണുകൾ, എൻട്രൻസ് വരാന്തയുടെ ചാരുപടി, പടിപ്പുര തന്നെ ഇന്നും അതിന് പ്രസക്തിയുണ്ട്. ആസ് എ ബ്യൂട്ടിഫുൾ വർക്ക് ഓഫ് ആർക്കിടെക്ചർ, ആസ് എ ഡിസൈൻ എലമെൻറ്റ് അതിന് പ്രസക്തിയുണ്ട്. പക്ഷെ പഴമയുള്ളത് മാത്രമല്ല ഞങ്ങൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അന്നത്തെ മൊസൈക്ക് വർക്ക് ഇന്നും അതിൻ്റെ ഒരു വൈദഗ്ധ്യം നമ്മളെ കണ്ട് നിന്നുപോകും. അതും പ്രിസർവ് ചെയ്യേണ്ട ഒരു എലമെൻറ്റ് തന്നെയായിട്ട് ഞങ്ങൾ എടുത്തു. ആദ്യം ഉണ്ടാക്കിയ തായ്ക്കൂട് അതിന് ഏകദേശം ഒരു 400 കൊല്ലം പഴക്കം കാണും. അത് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ടെക്നീക്ക്, അന്നത്തെ വുഡ് വർക്കിംഗ് രീതികൾ ഇതൊക്കെ വെച്ച് പഠിച്ചു നോക്കുമ്പോൾ ആ തായ്ക്കൂടാണ് ഇതിൻ്റെ ഏറ്റവും പഴയത്. അതിലേക്ക് കൂട്ടിച്ചേർത്ത ഒരു നാലുകെട്ട്, ഒരു നടുമുറ്റത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം, അത് ഒരുപക്ഷെ ഈ തായ്ക്കൂട് ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു 100 കൊല്ലത്തിന് ശേഷമായിരിക്കണം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കാലങ്ങളിലുണ്ടായ 2 മാറ്റങ്ങൾ കൂടി. ഒന്ന്, അടുക്കളക്കെട്ടിനും ഒരു 200 കൊല്ലത്തെ പഴക്കം ഉണ്ടാവും. അതുപോലെ തന്നെ പടിപ്പുരയും ഏകദേശം ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയതാവാം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ 2 മാറ്റങ്ങൾ, ഒന്ന് 1920s ആയിട്ട് 2 ബെഡ്റൂംസ് ഇതിൽ ചേർത്തിരിക്കുന്നു. 1940s അല്ലെങ്കിൽ 1950s പണിത അന്നത്തെ ഏറ്റവും ഓപ്റ്റിമൽ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, അന്നത്തെ ടോപ്പ് ഓഫ് ദ ലൈൻ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് ചെയ്ത ഒരു ഗസ്റ്റ് ഹൗസ്. ഇത് വീടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ. വീട്ടിലോട്ട് ഒരു കോൺക്രീറ്റ് വരാന്ത വെച്ച് അതിനെ കൂട്ടിച്ചേർന്നിരുന്നു. എന്തുകൊണ്ടിതുണ്ടായി? വീടിൻ്റെ ഉള്ളിൽ ഒരു പ്രൈവസി ഉള്ള, അതായത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ബെഡ്റൂംസ് ഉണ്ടായിരുന്നു, അറ്റാച്ച് ബാത്റൂംസ് വേണമായിരുന്നു. അതൊന്നും ആ പഴയ വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു മാറി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? ആ കൂട്ടിച്ചേർത്ത വരാന്ത പഴയ വീടുമായിട്ട് ഒരു ഏച്ചുകൂട്ടായിരുന്നത് കൊണ്ട് ആ വരാന്തേനെ ഞങ്ങൾ തട്ടിമാറ്റി നല്ലൊരു ട്രാൻസിഷൻ സ്പേസിലൂടെ അതിനെ കൂട്ടിച്ചേർത്ത് കൊടുത്തു. ആ ട്രാൻസിഷൻ തന്നെ ഞങ്ങൾ ഈ വീടിൻ്റെ എൻട്രി ആക്കി മാറ്റുകയും ചെയ്തു.